അപ്പൊ മഞ്ഞ് മൂത്ത മോഹർ യുത്തവഫ അവന്റെ ജീവിതം അവസാനിപ്പിക്കപ്പെടും. എന്താ യുത്തവഫന്റെ തർക്കീബ്? ഫായിലാണ്. ശരിയാണ്. ലമീറയിൽ നായിബ് ഫായിലുണ്ട്. അവൻ ആ മഞ്ഞിലേക്ക് മടങ്ങുന്ന ഒരു ഹുവ യുത്തവഫ എന്ന് പറഞ്ഞതിൽ കിടക്കുന്നുണ്ട്. അതാണ് നായിബ് ഫായിൽ. ഇനിയോ വമിങ്കും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മരിക്കണോല് പറഞ്ഞാൽ പ്രായമാകുന്നതിന്റെ മുമ്പ് മരിക്കണോലുണ്ട്. വമിങ്കും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് മനുഷ്യര ആളുകൾ. എങ്ങനത്തെ ആളുകളാണ്? അവനെ മടക്കപ്പെടും. ഇലാ അർദലിൽ ഉമരി, അവശയായ പ്രായത്തിലേക്ക് മടക്കപ്പെടുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവിടെ ഏതന്നെയാണ്? വമിൻകുമ്മൻ യുറദ്ദു, നേരത്തെ പറഞ്ഞ തന്നെയാണ്. മിൻകും ജാർ മജ്റൂർ ഖബർ മുഖദ്ദം, മഞ്ഞ് മുബ്തദ മുഅഖർ, യുറദ്ദു അവനെ മടക്കപ്പെടും. റദ്ദ യറുദ്ദു യുറദ്ദു. യറുദ്ദു എന്നുള്ളതിന്റെ മജ്ഹൂലാണ് ഏത്? യുറദ്ദു. എവിടേക്കാണ് മടക്കപ്പെടുന്നത്? ഇലാ അർദലിൽ ഉമുരി, അവശയായ പ്രായത്തിലേക്ക്. അവശയായ പ്രായത്തിലേക്ക്. അർദല് പറഞ്ഞാല് ഏറ്റവും അവശമായ പ്രായത്തിലേക്ക് തന്നെ 90, 100, 120 എന്നർത്ഥം. അവിടെ ഇല ഹർഫ് എന്താണ്? ജാർ. അർദലി മജ്റൂർ പ്ലസ് മുദാഫ്. അൽ ഉമുരി മുദാഫ്. എന്ന് പറഞ്ഞാൽ എന്താ? വയസ്സായ ആളുകൾ 90, 100. അതെന്തിനു വേണ്ടിയിട്ടാണ്? അവൻ അറിയാതിരിക്കാൻ വേണ്ടി. മിൻ ബഅദി ഇൽമിൻ, അറിഞ്ഞതിന് ശേഷം അറിയാതിരിക്കാൻ വേണ്ടി. ഷൈഅൻ, ഒന്നിനെ അറിയാതിരിക്കാൻ വേണ്ടി.
ഈ കൈ എന്നുള്ളത് എന്തിനുള്ള കൈന്നുള്ളത് പിന്നെ അദാത്തു നസ്ബാണത്. അൻ, ലൻ, കൈ, ഇതൻ. അവിടെ കൈ എന്നുള്ളത് ആർക്ക് നസ്ബ് ചെയ്തിക്കണ്? എന്ത് കേൾക്കുന്നുണ്ടോ പറയുന്നത്? കൈ എന്നുള്ളത് ഹർഫിൻ ആസിബ്, ലാ ഹർഫിൻ എഫിയാണ് കേട്ടോ. കൈല എന്ന് പറയുന്നത് ഒരു വേർഡല്ലേ. അദാത്തു നസ്ബ് ഏത് മാത്രാണ്? കൈ. ലാ ഹർഫിൻ എഫിയാണ്. യഅലമ ഫിഇല് മുളാരി മൻസൂബാണ്. അവൻ അറിയാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഇതിൽ ആരൊക്കെ ഉണ്ട്? യഅലമ അറിയുമ്പോ മിൻ ബഅദി ഇൽമിൻ അറിഞ്ഞതിന് ശേഷം അറിയാതിരിക്കാൻ വേണ്ടി. ഷൈഅൻ ഒന്നിനെയും. അവിടെ മിൻ ബഅദി ഇൽമി എന്താ തർക്കീബ്? മുളാഫ് ഇൽമിൻ മുളാഫുൻ ഇലൈഹി. ഷൈഅൻ ഒന്നിനെയും അറിയാതിരിക്കാൻ വേണ്ടി. ആരുടേത്? യഅലമന്റെ മഫ്ഊൽ ബിഹിയാണ്. ശരിയാണ്. ഇനി നോക്കിക്കോളി. വതറൽ അർള ആമിദതൻ ഫൈദാ അൻസൽനാ അലൈഹൽ മാഅ ഇഹ്തസ്സത് വറബത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്. പിന്നെ ശരി. വതറ നീ കാണും. അൽ-അർള ഭൂമിയെ. ഹാമിദതൻ വരണ്ട് കിടക്കുക. ഹാമിദത്ത് പറഞ്ഞാൽ എന്താ? വരണ്ട് കിടക്കുന്നതായിട്ട് നീ ഏതിനെ കാണും? ഭൂമിയെ കാണും. അതായത് ശവമായിട്ട് നടത്തും. തറാ യറാ തറാ യറാ യറാ തറ നീ കാണും. എന്തൊക്കെയുണ്ട്? ഏതാ മാളി? യറാ തറ. പിന്നെ ആരെ കാണും? അൽ-അർള ഭൂമിയെ. എന്താ അർള എന്നുള്ളതിന്റെ തർക്കീബ്? എങ്ങനെ കാണും? ആമിദത്തൻ വരണ്ട് കിടക്കുന്നതായ നിലയിൽ കാണും. ആരാണ്? ആര് മൻസൂബാണ്? ആരാ സാഹിബുല്ലാല്? അർളാണ്. അർള് പെണ്ണായതുകൊണ്ടാണ് എങ്ങനെ പറഞ്ഞത്? ആമിദത്ത് പറഞ്ഞത്. കാരണം അർളിന് എന്താ അറബി പറയാ? ഹാല് പറഞ്ഞാൽ ഏതെന്നാ പറയാ? സാഹിബുൽ ഹാല്. സാഹിബുൽ ഹാല് എപ്പോഴും മാരിഫിക്കാരോ, ഹാലെപ്പോഴും നെക്കറിയിക്കാരോ. എന്നിട്ടോ ഇതാ അൻസൽനാ നാം ഇറക്കിയാൽ, അലൈഹ ഭൂമിക്ക് മുകളിൽ നാം ഇറക്കിയാൽ, അൽ മാഅ വെള്ളം ഇറക്കി കഴിഞ്ഞാൽ, ഇഹ്തസ്സത്ത് ആ ഭൂമിയതാ ഇളകുന്നു, വറബത്ത് ആ ഭൂമിയതാ വികസിക്കുന്നു, വഅംബതത്ത് ആ ഭൂമിയതാ മുളപ്പിക്കുന്നു,
മിൻ കുല്ലി സൗജിൻ ബഹീജ്, കൗതുകമുള്ള എല്ലാവിധ ചെടികളെയും അത് മുളപ്പിക്കുകയും ചെയ്യുന്നു. ഫഇദാ അൻസൽന, നാം അവതരിപ്പിച്ചാൽ, അലൈഹ, ആ ഭൂമിയുടെ മേൽ, അൽമാ, വെള്ളത്തെ. എന്തൊക്കെ ഉണ്ടായില്? അൻസൽന അലൈഹൽ മാ അറിഞ്ഞില്ല, ഏതൊക്കെ പെട്ടു? ഫായില് മഫ്ഊലും ബിഹി. ഫായില് മഫ്ഊല് ബിഹി. ആരാണ് ഫായില്? നഹ്നു, ഞാൻ. ഫഇദാ അൻസൽന, നാം ഇറക്കിയാൽ, അലൈഹ, ഭൂമിയുടെ മേൽ, അൽമാ, വെള്ളത്തെ. മാ അറിഞ്ഞിട്ട് നിർക്കിമെന്താ? മഫ്ഊലും ബിഹി. മഫ്ഊലും ബിഹി. ഇറക്കിയാൽ ഇഹ്തസ്സത്ത്, അതാ ഇളകുന്നു. ഇഹ്തസ്സ, യഹ്തസ്സു, ഇഹ്തസ്സത്ത്, ആ ഭൂമി അതാ ഇളകുന്നു. എന്തൊക്കെയുണ്ട്? ഫീലുണ്ട്, ഫായിലുണ്ട്. ഭൂമിയാണ് ഫായില്. അതുകൊണ്ടാണ് ഇഹ്തസ്സത്ത് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞാൽ മതി? ഇഹ്തസ്സ എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ഇഹ്തസ്സത്ത് എന്ന് പറയാനുള്ള കാരണം ഭൂമിയാണ് ഫായില്. അതുകൊണ്ടാണ് ഇഹ്തസ്സത്ത് പറഞ്ഞത്. വറബത്ത്, ആ ഭൂമി അതാ വികസിക്കുന്നു. റബാ, യർബു, തർബു. ഇഹ്തസ്സ, റബാ, യർബു, റബത്ത്. എന്തൊക്കെയുണ്ട്? ആ ഭൂമി അതാ വികസിക്കുന്നു. വികസിക്കുന്നു. എന്തൊക്കെയുണ്ട്? ഫീല് ഫായില്. ഫീല് ഫായില്. മാത്രമല്ല അമ്പത്തത്ത്, ആ ഭൂമി അതാ മുളപ്പിക്കുകയും ചെയ്യുന്നു. അമ്പത്തത്ത്, അമ്പത്ത യുംബിത്തു. എന്തൊക്കെയുണ്ട്? ഫീല് ഫായില്. എന്തിൽ നിന്ന്? മിൻ കുല്ലി സൗജിൻ ബഹീജ്, എല്ലാ കൗതുകമുള്ള ചെടികളെയും അത് മുളപ്പിക്കും. എല്ലാ കൗതുകമുള്ള ചെടികളെയും അത് മുളപ്പിക്കും. എന്താ ബഹീജിന്റെ തർക്കീബ്? പറഞ്ഞോളി. നേരത്താണ്. മിന്ന് ജാറ്, കുല്ലി മജ്റൂർ, മുളാഫ്, സൗജി, മുളാഫിലൈ, ബഹീജ്, നേരത്ത്. ദാലിക, അത്, ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്, തീർച്ചയായിട്ടും അല്ലാഹു തന്നെയാണ് സത്യമായവൻ. വഅന്നഹു, തീർച്ചയായിട്ടും അല്ലാഹു, യുഹ്യി, അവൻ ജീവിപ്പിക്കും, അൽ മൗത, മരണപ്പെട്ടവരെ. വഅന്നഹു, തീർച്ചയായിട്ടും അല്ലാഹു, അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും, ഖദീറുൻ, കഴിവുള്ളവനാണ്. ദാലിക, അത്, ബിഅന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു, ഹുവൽ ഹഖ്, അവനാണ് യാഥാർത്ഥ്യമായവൻ, സത്യമായവൻ. അവനാണ് സത്യമായവൻ. വഅന്നഹു, തീർച്ചയായിട്ടും അല്ലാഹു, യുഹ്യി, അവൻ ജീവിപ്പിക്കും, അൽ മൗത, മരണപ്പെട്ടവരെ. ശരി. ദാലിക, മുബ്തദ. ബിഅന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു, ഹുവൽ ഹഖ്, അവനാണ് സത്യമായവൻ. അവിടെ അർത്ഥം പൂർത്തിയാക്കണം അവിടെ. അപ്പൊ അന്നർഫ് ബാർഫ് ജാറന്നെ കേട്ടോ. അത് പിന്നെ പഠിക്കും. അന്നർഫ് തഅക്കീദ്. അല്ലാഹ ഇസ്മു അന്ന. ഹുവ, അവൻ തന്നെ. തഅക്കീദ്. അൽ ഹഖ്, അവൻ സത്യമാണ് എന്നതുകൊണ്ടാണത്. അൽ ഹഖ് ഖബറു അന്ന. അതൊരു സെന്റൻസ് ആയി. ഇനി രണ്ടാമത്തെ സെന്റൻസ് ഇതാ വരുന്നത്. വഅന്നഹു, തീർച്ചയായിട്ടും അല്ലാഹു, യുഹ്യി, അവൻ ജീവിപ്പിക്കും, അൽ മൗത, മരണപ്പെട്ടവരെ. അന്നർഫ്
താക്കീതാണ്. ഇസ്മു അന്നം. ഇസ്മു അന്ന. യുഹി അവൻ ജീവിപ്പിക്കും. എന്തൊക്കെയുണ്ട്? ഫീലും ഫായിലും. ഫീലും ഫായിലും ഉണ്ട്. ഖബറു അന്ന. പിന്നെന്തുവാണ്? ഖബറു അന്ന. അൽ മൗത മരണപ്പെട്ടവരെ അവൻ ജീവിപ്പിക്കും. മഫ്ഊലും ബിഹി. അൽ മൗത മഫ്ഊൽ. യുഹ്യി എന്ന് പറയുമ്പോ അത് മർഫൂ ആണോ, അത് മൻസൂബാണോ, അതോ മജ്സൂമാണോ? യുഹ്യി എന്ന് പറയുമ്പോ അത് മർഫൂവായ ഫീലാണോ, മർഫൂ അല്ലേ? മൻസൂബായ ഫീലാണോ, മജ്സൂമായ ഫീലാണോ? മർഫൂ ആണ്. ഖബറു അന്നല്ലേ? ആ നിനക്ക് മർഫൂ അറിയണ്ട, അത് ജുംലയാണ് ഖബർ. ഏതൊരു ഫീലുകളുടെ കൂട്ടത്തിൽ ആകെ മുഅറബ് ഏതുള്ളൂ? മുദാരി. മുദാരി മാത്രമേ ഉള്ളൂ. അത് അന്നന്റെ ഖബറായതുകൊണ്ടല്ലേ, അത് ജുംലയാണ്. ഫീലും വായിലും കൂടിയ ജുംലയാണ് ഖബർ. യുഹ്യി എന്നുള്ളത് അതിന്റെ മുമ്പ് ഏതില്ല? ജസ്മ് ചെയ്യുന്ന അദാത്തില്ല. ജസ്മ് ചെയ്യുന്ന അദാത്തുൽ. ഏതാ ജസ്മ് ചെയ്യുന്ന അദാത്ത്? ഇന്ന് ലമ്മ ലാമുൽ അംരി അതുണ്ടോ? അതുമില്ല. അപ്പൊ അത് രണ്ടും ഇല്ലെങ്കിൽ മുദാരി ഫീൽ ഏതേക്കാരം? മർഫൂ ആയിക്കാരം. ആ മുദാരി ഫീലിന് അവിടെ മർഫൂ എങ്ങനെയാണ്? എന്തുകൊണ്ട് മുഖദ്ദറത്തായി പറഞ്ഞത്? മൊത്തല്ലായ ഫീലിന്റെ അവസാനം ആഖിർ യാ ആയ ഫീലിനും ആഖിർ വാവായ ഫീലിനും ആഖിർ അലിഫായ ഫീലിനും മർഫൂ ഏതാണ്? മുഖദ്ദറത്താണ്. മുഖദ്ദറത്ത. അതാണ് മറുപടി. അത് ആഖിർ യാ ആയ ഫീലാണ്. ആഖിർ യാ ആയ ഫീലിന് മർഫൂ എങ്ങനെ ഉണ്ടാകുക? മുഖദ്ദറത്ത ഉണ്ടാകുക. ശരിയാൽ മൗത്ത എന്നുള്ളത് മഫ്ഊലാണ്. മൗത്ത എന്ന് പറഞ്ഞിടത്തുള്ള മഫ്ഊലിന്റെ നസ്ബ് എവിടെ? സൂറയാണ്. ഓക്കെ, സൂറന്നെ. തീർച്ചയായിട്ടും അല്ലാഹു അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും ഖദീറുൻ കഴിവുള്ളവനാണ്. വീണ്ടും അന്നറഫ് തഅക്കീദ് ഹു ഇസ്മു അന്ന അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും. അലാറഫ് ജാർ കുല്ലി മജ്റൂർ പ്ലസ് മുദാഫ്. മജ്റൂർ പ്ലസ് മുദാഫ്. ഷൈഇൻ മുദാഫിനിലെ ഖദീറുൻ കഴിവുള്ളവനാണ്. ഖബറു അന്ന. പിന്നെ വീണ്ടും എന്താ പറയാ? ദാലിക്കന്റെ ഖബർ എന്തായിട്ട് വരും? ദാലിക്കന്റെ ഖബർ ആ ആദ്യത്തെ അന്നന്റെ ഇസ്മും ഖബറും ഇല്ലേ? ദാലിക്ക എന്നുള്ള മുബ്തദാന്റെ ഖബർ അന്നർഫ് തഅക്കീദും അൽ ഹഖ് എന്ന് പറഞ്ഞ ഖബറും ഇല്ലേ? ആ ഇസ്മും ഖബറും കൂടിയതാണ് ദാലിക്കന്റെ ഖബർ. ദാലിക്കൊക്കെ അവിടെ 3 ഖബറുണ്ട് ശരിക്ക്. 3 ജുംലയും ആരുടെ ഖബർ തന്നെയാണ്? ഒന്ന് ഖബർ, രണ്ടാമത്തത് ഖബറും ബഅദ ഖബർ, മൂന്നാമത്തതോ ഖബറും ബഅദ ഖബരിൻ ബഅദ ഖബർ. പിന്നെ തീർച്ചയായിട്ടും അന്ത്യനാള് ആതിയത്തുന്നത് വരുന്നതാണ്. ലാ റൈബ ഫീഹാ അതിൽ യാതൊരു സംശയമേ ഇല്ല. തീർച്ചയായിട്ടും അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും. ആരമംഫിൽ ഖുബൂർ ഖബറിലുള്ളവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ശരി, അന്നർഫ്
ഇനി എന്നീ വരുമ്പോ തൊള്ളൊഴിച്ചിരിക്കാം. അന്നർഫ് തേക്കീത്. അസ്സാഅത ഇസ്മാന ഇസ്മു അന്ന. ആതിയത്തുൻ വരുന്നതാണ്. ആ ഖബർ ഖബറുമല്ല. ലാ റൈബ ഫീഹാ അതിൽ ലവലേശം സംശയമേ ഇല്ല. ലാ റൈബ ഫീഹാ അതിൽ യാതൊരു സംശയമില്ല. ആ ലാ ഹർഫ് നഫിയുൽ ജിൻസ് അയ്വ കറക്റ്റ്. നഫിയുൽ ജിൻസാണ്. അതിന് ആരുടെ അമലുണ്ട്? ഇന്നന്റെ അമലുണ്ട്. ഇസ്മിന് നസ്ബയും ഖബറിന് റഫയും. അപ്പൊ ലാ ഹർഫ് നഫിയുൽ ജിൻസ്. റൈബ ഇസ്മുല അത് ഇസ്മുല. റൈബ പറഞ്ഞാല് ഇസ്മുല. പിന്നെ പിന്നെ അപ്പോ അന്ത്യനാള് ആതിയത്തുന്നത് വരുന്നതാണ്. ലാ റൈബ ഫിയ അതിൽ യാതൊരു സംശയവുമില്ല. ഫിയ എന്ന് പറയുന്നത് ജാർ മജ്റൂർ. വീണ്ടും പറയാം. വഅന്നല്ലാഹ തീർച്ചയായിട്ടും അല്ലാഹു യബ്അതു അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും മൻഫിൽ ഖുബൂരി ഖബറിലുള്ളവരെ. വീണ്ടും അന്നർഫ് തഅക്കീദ് തഅക്കീദ്. അല്ലാഹ ഇസ്മാന ഇസ്മുഅന്ന. യബ്അതു അവൻ പുനർജീവിപ്പിക്കും. പിന്നെ ഫായില് ഖബറാണ്. ഫീലുമാണ് ഫായിലുമാണ് ഖബറാണ്. ഖബറാണ്. ആരെയാണ് പുനർജീവിപ്പിക്കുക? മൻഫിൽ ഖുബൂരി ഖബറിലുള്ളവരെ. മൻ മഫ്ഊലു ബിഹി മഫ്ഊല്. ഇത് ഖുബൂരി ജാർ മജ്റൂർ. പിന്നെ വമിനൻ നാസി മൻ യുജാദിലു ബില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. വമിനൻ നാസി ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ചില ആളുകളുണ്ട്. എങ്ങനത്തെ ആളുകൾ? യുജാദിലു അവർ തർക്കിച്ചും കൊണ്ടിരിക്കുന്നു. ബില്ലാഹി അല്ലാഹുവിന്റെ കാര്യത്തിൽ അവർ തർക്കിച്ചും കൊണ്ടിരിക്കുന്നു. ബിഗൈരി ഇൽമിൻ യാതൊരു വിജ്ഞാനവുമില്ലാതെ. വലാ ഹുദൻ ഒരു മാർഗദർശനമില്ലാതെ. വലാ കിതാബിൻ മുനീർ പ്രശോഭിതമായ ഗ്രന്ഥമില്ലാതെ. പ്രശോഭിതമായ ഗ്രന്ഥമില്ലാതെ, വെളിച്ചം നൽകുന്ന ഗ്രന്ഥമില്ലാതെ. ശരി, എന്താ തർക്കീബ്? വമിനന്നാസി ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്താ? ജാർ മജ്റൂർ ഖബർ മുഖദ്ദം. ഖബർ മുഖദ്ദം. ശരിയാണ്. മൻ ചില ആളുകളുണ്ട്. മുഖദ്ദം. എങ്ങനത്തെ ചില ആളുകളാണ്? യുജാദിലു അവർ തർക്കിച്ചും കൊണ്ടിരിക്കും. ജാദല യുജാദിലു എന്താ? തർക്കിച്ചും കൊണ്ടിരിക്കും. എന്താ തർക്കീബ്? ഫീലുണ്ട് ഫായിലുണ്ട്. യുജാദിലു അവൻ തർക്കിച്ചും കൊണ്ടിരിക്കും. ജാദല എന്നാണ് മാവി. അതിന്റെ മുളാരിയാണ് ഏത്? യുജാദിലു. അവൻ തർക്കിച്ചും കൊണ്ടിരിക്കും. ബില്ലാഹി അള്ളാന്റെ കാര്യത്തിൽ. എന്താ ബില്ലാഹി? ജാർ മജ്റൂർ. എങ്ങനെയാണ് തർക്കിക്കുന്നത്? ബിഗൈരി ഇൽമിൻ ഒരു അറിവുമില്ലാതെയാണ് തർക്കിക്കുന്നത്. ഹർഫ് ജാർ ഗൈരി മജ്റൂർ പ്ലസ് മുലാഫ്. ഇൽമിൻ വിജ്ഞാനമില്ലാതെ. വലാ ഹുദൻ സന്മാർഗവുമില്ലാതെ. ഹർഫ്
നഫി വാവർപ്പ് അത്തുഫ് ലാഹർപ്പ് നഫി നഫി. പിന്നെ ഉദൻ അതാണ് മഅതൂഫ്. ഏതാ മഅതൂഫ് അലൈഹി? ബിഗൈരി ഇൽമി. അപ്പൊ ഇൽമി എന്ന് പറഞ്ഞോടത്ത് മജറൂർ ഉള്ളത് പോലെ ഉദൻ എന്ന് പറഞ്ഞോടത്ത് ഏതുണ്ട്? മജറൂറുണ്ട്. ഉദൻ എന്ന് പറഞ്ഞോടത്ത് മജറൂർ അവിടെ അത് നേരത്തെ പറഞ്ഞത്. നേരത്തെ പറഞ്ഞ എന്താണ്? പിന്നെ മുഖദ്ദറത്ത്. എന്താ കാരണം? അതിന്റെ പേരെന്താ? അതിന്റെ പേര് എന്താ പേര് പറയും? ആർക്കും അറിയില്ലേ? പറഞ്ഞോളേ. മഖ്സൂറ്. എന്താ പറയാ? മഖ്സൂറ. മഖ്സൂറ. പിന്നെ അതിന്റെ മറ്റൊന്നാണ് ഏത്? മങ്കൂസ. 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 പിന്നെ വലാ കിതാബിൻ മുനീർ, തിളങ്ങുന്ന ഗ്രന്ഥമില്ലാതെ. എന്താ മുനീരി എന്നുള്ളതിന്റെ തർക്കീബ്? ഞാത്ത്. പിന്നെ താനിയഅ്ത് ഫീഹി ലിയുദില്ല അൻ സബീലില്ലാഹ്. താനിയത്തിബി അവിടെക്കട്ടെ. ലിയുദില്ല അവൻ വഴിപിഴപ്പിക്കാൻ വേണ്ടി, അൻ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന്. ശരി. ലാമർഫ് യുദില്ല മുളാരിയും മൻസൂബും ബിഅനിൽ ഉൾമറത്തി. ശരിയാണ്. കാരണം ജറ് ചെയ്യുന്ന ലാമിന്റെ ശേഷം മുളാരിക്ക് ആര് മറഞ്ഞ് നസ്ബ് ചെയ്യും? അഞ്ഞ് മറഞ്ഞ് നസ്ബ് ചെയ്യും. അവിടെ അന്നുണ്ട്, പക്ഷെ പുറത്തേക്ക് വരൂല. അവൻ വഴിപിഴപ്പിക്കാൻ വേണ്ടി ഫീലുണ്ട്, ഫായിലുണ്ട്. എന്തിൽ നിന്ന് വഴിപിഴപ്പിക്കാൻ വേണ്ടി? അൻ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന്. അന്നർബ് സബീലി മുളാഫ് അല്ലാഹി മുളാഫുൻ ഇലൈഹി. എന്നിട്ട് അല്ലാഹ് പറയാ ലഹു അവനുണ്ട് ഫിദ്ദുനിയാ ദുനിയാവില് ഖിസിയുൻ നിന്ദയുണ്ട്, വനുദീഖുഹു അവന് നാം രുചിപ്പിക്കും, യൗമൽ ഖിയാമത്തി അന്ത്യനാളിൽ അദാബൽ ഹരീഖ് ചുട്ടരിക്കുന്ന ശിക്ഷ നാം അവന് രുചിപ്പിക്കും. ലഹു അവനുണ്ട് ഫിദ്ദുനിയാ ദുനിയാവില് ഖിസിയുൻ നിന്ദയുണ്ട്. ലഹു അവനുണ്ട്. ഖബർ മുഖദ്ദം. ഫിദ്ദുനിയാ ദുനിയാവിൽ. ഫിയർബ് ദുനിയ മജ്റൂറുൻ ബികസ്റത്തിൽ മുഖദ്ദറത്തിൻ അലൽ അലിഫി ഔ യാഇ? അലിഫി. അലൽ അലിഫി. കാരണം അതെന്താണ്? മഖ്സൂറാണ്. ദുനിയാവിൽ അവനുണ്ട് ഖിസിയുൻ നിന്ദയുണ്ട്. എന്താ ഖിസിയുടെ തർക്കീബ്? മുബ്തദാ മുഅഖർ. ശരിയാണ്. മാത്രമല്ല വനുദീഖുഹു അവന് നാം രുചിപ്പിക്കുകയും ചെയ്യും. അദാഖ യുദീഖു തുദീഖു ഉദീഖു നുദീഖു. നാം രുചിപ്പിക്കുകയും ചെയ്യും. നുദീഖു എന്തൊക്കെയുണ്ട്? മഫ്ഊൽ അവ്വല്. എപ്പോ? യൗമൽ ഖിയാമത്തി. എപ്പോ? അന്ത്യനാളിൽ അവന് നാം രുചിപ്പിക്കും. യൗമ മുളാഫുൽ സാനി വന്നിട്ടില്ല,
വരുന്നുള്ളൂ. അപ്പൊ തന്നെ ബസ് കയറിയിട്ടില്ല, കയറാൻ നിൽക്കണുള്ളൂ. രുചിപ്പു അവന് നാം രുചിപ്പിക്കും. എന്നുള്ളതാണ് ഒന്നാം മഫൂല്. യൗമിൽ ഖിയാമ, അന്ത്യനാളിൽ. യൗമ ദർഫു മുദാഫ് ഖിയാമത്തി. എന്തിനാണ് രുചിപ്പിക്ക? അദാബൽ ഹരീഖ്, കരിച്ച് കളയുന്ന ശിക്ഷയെ. അതാണ് എന്ത്? ഒരു സാനിയാണ്. കരിച്ചു കളയുന്ന ശിക്ഷ. മുലാഫ് മുലാഫിലേ. അവിടെ മൻഹൂത്തിനെ നഅത്തിലേക്ക് ഇളാഫത്ത് ചെയ്തൊക്കെയാണ്. ശരിക്ക് ഹരീഖ് എന്നുള്ളത് ഏതാ? നഅത്ത. അദാബ് എന്നുള്ളതാണ് മന്നൂത്ത്. എന്നിട്ട് എന്ത് ചെയ്തൊക്കെയാണ്? ആ മന്നൂത്തിനെ നഅത്തിലേക്ക് ഇളാഫത്ത്. അത് രണ്ട് നിലക്കും വരാം. നഅത്തിനെ മന്നൂത്തിലേക്ക് ഇളാഫത്ത് ചെയ്യും, ചിലപ്പോ മന്നൂത്തിനെ എന്തിലേക്ക് ഇളാഫത്ത് ചെയ്യും? അല്ല, നഅത്തിനെ മന്നൂത്തിലേക്കും മന്നൂത്തിനെ നഅത്തിലേക്കും. ഇവിടെ മന്നൂത്തിനെ നഅത്തിലേക്കാണ്. ഇതിന്റെ എതിരെങ്ങനെ വരിക? ഇവിടെ മന്നൂത്തിനെ നഅത്തിലേക്കാ ഇളാഫത്ത്. ഇതിന്റെ വിപരീതം എങ്ങനെയാ വരിക? നഅത്തിനെ എന്തിലേക്ക് ഇളാഫത്ത് ചെയ്യും? മന്നൂത്തിലേക്ക്. പിന്നെ ദാലിക, അത് ബിമാ ഖദ്ദമത് യദാക, നിന്റെ രണ്ട് കൈകൾ മുൻപി ചെയ്ത കാരണമാണ്. വഅന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു, ലൈസ, അല്ലാഹു അല്ല, ബിളല്ലാമിൻ ലിൽ അബീദ്, തന്റെ അടിമകളോട് അതിക്രമവും അനീതിയും ചെയ്തവനല്ല. ദാലിക, അത് ബിമാ ഖദ്ദമത് യദാക, നിന്റെ രണ്ട് കൈകൾ മുന്തി ചെയ്ത കാരണം കൊണ്ടാണ്. ദാലിക ബിമാ, ഒന്നുകൊണ്ടാണ്. ബിമാ, എന്താ? ജാറ്. അപ്പൊ വിമാനയിൽ എന്തൊക്കെയുണ്ട്? ജാറുമാണ്, മജറൂറുമാണ്, പിന്നെ എന്തുവാണ്? ഖബറാണ്. ഞാൻ ഒന്നിന്റെ നേരത്താ പറയണേ. എങ്ങനത്തെ ഒന്ന്? ഖദ്ദമത് യദാക, നിന്റെ രണ്ട് കൈകളില അതിനെ മുന്തി ചെയ്തിട്ടുണ്ട്. ഖദ്ദമ യുഖദ്ദിമു, ഖദ്ദമ ഫീല് മാളിത്ത്, യദാക, നിന്റെ രണ്ട് കൈകൾ. യദാ ഫായില്, യദാക, നിന്റെ രണ്ട് കൈകൾ. യദാ ഫായില്, യദാ ഫായിലിന് റഫഅ് വേണം. എവിടെ റഫഅ്? യാ സലാം. സോറി, പിന്നെ നൂനെ കളഞ്ഞോണ്ട് പെട്ടത് പറഞ്ഞു. അല്ല, മർഫൂം ബിൽ അലിഫ് ശരി തന്നെയാണ് മക്കളെ. എത് എന്നുള്ളതിന്റെ ഡുവലാണേത്? യദാനി എന്നുണ്ടാകും. എന്നിട്ട് യഥാ എന്നുള്ളതിനെ എവിടേക്ക് ഇലാഫത്ത് ചെയ്തൊക്കെയാണ്? ആയിലേക്ക് ഇലാഫത്ത് ചെയ്തപ്പോ ഏത് പോയതാണ്? പോയതാ. നമ്മൾ പഠിച്ചതാണ്. മുതന്നനെയും ജമ്മിനെയും ഇലാഫത്ത് ചെയ്യുമ്പോ അതിന്റെ അവസാനത്തിൽ എന്തുണ്ടാകാൻ പാടില്ല? നൂനുണ്ടാകാൻ പാടില്ല. അപ്പൊ യദാ ഫായിലുൻ മർഫൂഉൻ ബിൽ അലിഫി ലിഅന്നഹു അൽ മുസന്ന വഹുവ മുദാഫ് മുദാഫുൻ ഇലൈഹി. വഅന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു, ലൈസ, അവനല്ല, ബിളല്ലാമിൻ, അനീതി കാണിക്കുന്നവനല്ല, ലിൽ അബീദി, അടിമകളോട്. അന്നർഫ് അല്ലാഹ, ലൈസ, ആ അല്ലാഹു അല്ല. ലൈസ പേര് നാഖിസ്, അവനല്ല. അപ്പൊ അതിലേതുണ്ട്?
ഉണ്ട് ഉണ്ട്. അപ്പൊ ലൈസ ഫീലി നാക്കിസ് ലമീർ ഇസ്മ ബിളല്ലാമിൻ അനീതി കാണിക്കുന്നവനല്ല. ബിളല്ലാമിൻ എന്താ ജാറുവാണ് മജറൂറുമാണ് എന്താണ് ആരോടിൽ അബീദി അടിമകളോട്. ആ ബായിനും പ്രത്യേക അർത്ഥമല്ലട്ടെ, നമ്മള് പഠിച്ചിട്ടുണ്ട്. മാന്റെ ഖബറില് ബാഹ് വരും. ആ ബായിന് എന്തുണ്ടാവൂല? അർത്ഥം ഉണ്ടാവൂല. ഇവിടെ ബിലല്ലാമി എന്ന് പറഞ്ഞിടത്തുള്ള ബായിന് അർത്ഥമല്ല, അതുകൊണ്ട് അത് സായിദയാണ്. ഞാൻ അന്നക്കല് ഒന്ന് കിട്ടാണ്ടല്ലോ അവിടെ. ഏതാ അന്നൊക്കെ ഖബർ കിട്ടണം? അതേതാ? അത് ലൈസന്റെ ഇസ്മു ലൈസന്റെ ഖബർ. ഖബറും കൂടി കൂടിയതാണ് അന്നന്റെ ഖബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.